ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് മൂലം എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് നൂറുകണക്കിന് യാത്രക്കാർ വലഞ്ഞു. തിരുവനന്തപുരത്തു നിന്നുമുള്ള 4 വിമാനങ്ങളായിരുന്നു റദ്ദാക്കിയത്. മസ്കറ്റ്, ഷാർജ, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള 4 സർവീസുകൾ നിർത്തിവെച്ചു. തിരുവനന്തപുരത്തു നിന്നുള്ള 4 വിമാനങ്ങളായിരുന്നു റദ്ദാക്കിയത്. മസ്കറ്റ്, ഷാർജ, ദുബായ്, അബുദാബി എന്നിങ്ങനെ 4ഇടത്തേക്കുള്ള സർവീസ് റദ്ദാക്കിയതറിഞ്ഞ യാത്രക്കാർ കൂട്ടത്തോടെ എയർപോർട്ടിൽ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധം ഫലം കാണാഞ്ഞതോടെ പലരും തിരികെ പോയി. ചില യാത്രക്കാർ മാത്രമാണ് എയർപോർട്ടിൽ കാത്തിരിപ്പ് തുടരുന്നത്. ഓപ്പറേഷണൽ പ്രശ്നങ്ങളെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞെങ്കിലും ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് യഥാർത്ഥത്തിൽ സർവീസ് നിർത്താൻ കാരണം. മാത്രമല്ല, യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെയായിരുന്നു വിമാനങ്ങൾ റദ്ദാക്കിയത്. മെസ്സേജ് വഴിയോ ഇമെയിൽ വഴിയോ വിവരം യാത്രക്കാരെ അറിയിച്ചിരുന്നില്ല. എയർപോർട്ടിൽ എത്തിയ ശേഷമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം അറിയുന്നത്. നമ്മുടെ ലഗേജ് സഹിതം പോയി കഴിഞ്ഞു, ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് തിരിച്ചിറക്കി ആണ് നമുക്ക് തിരിച്ച് നമ്മളെ ലഗേജ് തന്നെ തരുന്നത്. എന്നിട്ട് നമ്മളെ പാസ്പോർട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മളെ പാസ്പോർട്ടിൽ നമ്മൾ വന്നതായിട്ട് അവർ എൻട്രി ചെയ്തു. പിന്നെ ബോർഡിംഗ് പാസ് അവർ തിരിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതുവരേക്കും നമ്മൾ എപ്പോഴും വിടാമെന്നോ എന്നുള്ള യാതൊരു റിപ്പോർട്ടും തന്നിട്ടില്ല. ഇപ്പോൾ അവർ 14-ാം തീയതി 15-ാം തീയതിയിലത്തേക്കൊക്കെ ഉള്ള ടിക്കറ്റുകൾ മാറ്റി തരുന്നുണ്ട്. അതും കൺഫേം ഇല്ല. അന്ന് ആവുമോ ഇല്ലയോ എന്ന് കൃത്യമായി അവർ പറയുന്നില്ല. നമുക്ക് 9-ാം തീയതി മോക്ക് അവിടെ ആവശ്യമായിട്ട് ഇറങ്ങേണ്ട ജോലിയുടെ ആവശ്യമായിട്ട് ഇറങ്ങേണ്ടതാണ്. പക്ഷേ അവർ കൺഫേം പറയുന്നില്ല. നമ്മുടെ ജോലിയെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. നമ്മളങ്ങനെ വെയിറ്റിങ്ങിലാണ് അവരെന്ത് ചെയ്തു തരുമെന്ന്. ഇതുവരേക്കും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വെയിറ്റിംഗ് വന്നിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ഇതുവരെ കുടിച്ചില്ല. ഇന്നലെ നമ്മൾ 5 മണിക്ക് വൈകിട്ട് 5 മണിക്കൂടെ വന്നതാണ്. അതിനകത്ത് കയറിപ്പോയി അവിടെ ഇരുന്നു. രാത്രിയിൽ തിരിച്ചിറങ്ങി വന്നു. വെളുപ്പാങ്കാലമായി. ഒരു ഇതുമില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ഇതുവരെ തന്നിട്ടില്ല. അവർ ഒന്നും തന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ 5 മണിക്ക് വന്നപ്പോഴാണ് അറിയുന്നത് ഇത് ക്യാൻസലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിപ്പോൾ 17-ാം തീയതി ഉള്ളതെന്നാണ് പറയുന്നത്. റീഫണ്ട് ചോദിച്ചപ്പോഴും അതും 2 വീക്സ് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ട് അടുത്ത ഫ്ലൈറ്റ് പോകുമെന്നാണ് പറയുന്നത്. ഒന്നും പറഞ്ഞില്ല. 17-ാം തീയതി ഉള്ളതിന് ഉറപ്പില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് പോവുകയാണ്. എന്നിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോണ്ട് ചെയ്യും. ഞങ്ങളെ സീരിയസ്നെസ് ഒക്കെ പറഞ്ഞു. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ജോലി, വിദ്യാഭ്യാസം എന്നിങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകാൻ തയ്യാറായി വന്നവർ ഇപ്പോൾ നിരാശരായി വിമാനത്താവളം വിട്ടുപോകുന്ന അവസ്ഥയാണ്. എന്നാൽ അതേസമയം മറ്റു യാത്രക്കാർ എല്ലാം പോയിട്ടും വിമാനത്താവളത്തിൽ കാത്തുനിന്ന ഒരു കുടുംബത്തിന് മാത്രം അധികൃതർ പുനഃസംവിധാനം ഒരുക്കി കൊടുത്തു. എന്തായാലും ഞങ്ങൾ ഇത്രയും സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ ഇന്നത്തേക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ 2 ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നത് 6 months ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ കുട്ടികളെയും കൊണ്ട് ഇന്നലെ 5 മണി തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാതെ ഇവിടെ തന്നെ നിന്ന് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും അവരത് ശരിയാക്കി തന്നിട്ടുണ്ട്. ജനങ്ങൾ ക്ഷുഭിതരായതിനെ തുടർന്ന് യാത്രക്കാർക്ക് ടിക്കറ്റിന്റെ പണം തിരികെ നൽകുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.